അഗ്ലോണിമകൾ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെള്ളം ഓവറായിട്ട് വേണ്ടാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ. അഗ്ലോണിമകൾ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെള്ളം ഓവറായിട്ട് വേണ്ടാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അഴുകൽ, ചീച്ചൽ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ചെറിയ സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നല്ല രസമുള്ള കളറുകൾ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അന്നേരം അതും കൂടെ പ്രത്യേകം നിങ്ങൾ നോക്കുക. അതേപോലെ പലപ്പോഴും നമ്മൾ പ്ലാന്റുകൾ കാണുമ്പോൾ എന്തായത് കണ്ടില്ലേ, ഇത് വെറും വെള്ളം ഒഴിച്ചതാണ്. വെള്ളം ലൈറ്റായിട്ട് വീണപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ചെറുതായിട്ട് ഇച്ചിരി വെള്ളം അങ്ങനെ എടുത്ത് ലൈറ്റായിട്ട് ഈ ഇലകളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറേയും കൂടെ ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇത്തരത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല അഗ്ലോണിമകൾ. വളങ്ങളും അതേപോലെ തന്നെ ലിമിറ്റഡ് വളങ്ങളാണ് കൊടുക്കേണ്ടത്. ഒരുപാട് വലിയ വളങ്ങളൊന്നും വേണ്ട. പറ്റുമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് സ്വല്പം കടലപ്പിണ്ണാക്കും വെപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഇതേപോലെ നല്ല കരുത്തോടുകൂടി പ്ലാന്റുകൾ വളർന്ന് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സ്വല്പം ഫംഗിസൈഡ്, ഇൻഡോഫില്ലോ സാഫോ എന്തെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എണ്ണ തോതിൽ എടുത്ത് നല്ലപോലെ കലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പ്ലാന്റിനകത്ത്. അതേപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകം വരുന്നൊരു സംശയമാണ് ഈ ഇലപ്പേൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ. ഇലപ്പേന് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ പോയിസണായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അങ്ങനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. റീവേക്ക് നമ്മൾ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മുതൽ 8 മില്ലി വരെ എടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ ഇപ്പോൾ മഴയത്താണ് നിൽക്കുന്നത് കണ്ടില്ലേ. പ്ലാന്റ് അത്യാവശ്യം ചെറിയ മഴ കൊണ്ടാലും ചെറിയ വെയിൽ കൊണ്ടാലും ഒരു നെറ്റിനടിയിൽ നമുക്കിതേപോലെ നിർത്തി സുഖമായിട്ട് നിർത്താൻ പറ്റുമെന്നുള്ള കാര്യം കൺഫേമാണ്. ഇത് പിങ്ക് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ചിലരൊക്കെ തിരക്കിടക്കുന്ന പ്ലാന്റ് ആണെന്നറിയാം. അതിൻ്റെ കളറ് അത് വേരിയേഷൻ വന്ന പ്ലാന്റാണ്. ഇതെല്ലാം അതിൻ്റെയാണ്. ചില പ്ലാന്റുകളിൽ ചെറിയ പൊട്ട്, ചില പ്ലാന്റുകളിൽ നല്ല പൊട്ട്. ചെറിയൊരു വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എറിഞ്ഞിൽ പോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള കളറുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിങ്ക് പ്രിൻസസ് ഫിലോഡൻഡ്രൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് പിനാറ്റി പാർട്ടീറ്റിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് മോൺസ്റ്ററ വെറൈറ്റിയാണ്. ഇതിനകത്ത് ഇലയിൽ കീറലും കൂടെ വരും, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊരു വലിയ പ്ലാന്റാണ് കണ്ടില്ലേ. പിനാറ്റി പാർട്ടീറ്റിയ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നല്ല രസമാണ് പ്ലാന്റ് കാണാനായിട്ട്. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഓരോ നോഡ് വെച്ച് കട്ട് ചെയ്ത് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റാണ്. നല്ലൊരു സ്റ്റാൻഡിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിലും കൂടെ മോൺസ്റ്ററ കീറി കിടക്കുന്ന കണക്ക് കീറി കിടക്കും. നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ, ഒരു രക്ഷയില്ല. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് മോൺസ്റ്ററ ഡെലിസിയോസ. നമ്മളൊരു വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഇപ്പോൾ നമുക്ക് തൈ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നടക്കും. ഇതിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റൊക്കെ ഉണ്ടെങ്കിലും ഇത് തണ്ടിനകത്ത് നിന്ന് ഇങ്ങനെ വളർന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ടോപ്പ് കട്ടിങ്ങിന് തന്നെ നല്ല ഡിമാൻഡുണ്ട്. മോൺസ്റ്ററ ഡെലിസിയോസ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് നമ്മളെ വീട്ടിലെ മരമാണ് കേട്ടോ. നമ്മളെ ഫേണൊക്കെ വെച്ച് തൂക്കിയേക്കുന്ന മരമാണ്. അതിനകത്ത് തന്നെ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇതാണ് എപ്പിപ്രിംനം പിനാറ്റം വേരിഗേറ്റഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. എപ്പിപ്രിംനം പിനാറ്റോ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇല ഇതേപോലെ പണ്ടേ ഉള്ള ചെടിയാണ് കേട്ടോ. ചിലപ്പം കാടുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, വീടിൻ്റെയൊക്കെ മതിലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത് ഇതേപോലെ വളർന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇത് കണ്ടില്ലേ, ഇത് മരം മൊത്തം നമ്മളത് സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. കണ്ടില്ലേ, മരത്തിന് മുകളിലോട്ട് വളർന്ന് പോയേക്കുവാണ്. എന്നാൽ അതിൻ്റെ ഒരു വേരിഗേറ്റഡ് ചെടിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് എപ്പിപ്രിംനം പിനാറ്റം വേരിഗേറ്റഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇലയുടെ ഭംഗി നോക്ക്, ഒരു രക്ഷയില്ല. ഇറങ്ങിയ സമയത്ത് ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതാണ്. അതെ, എപ്പിപ്രിംനം പിനാറ്റം വേരിഗേറ്റഡ്. നമ്മൾ നേഴ്സറിയുടെ സൈഡിൽ തന്നെ വെച്ചേക്കുന്നത് എൻ്റെ മദർ പ്ലാന്റാണ്. കണ്ടില്ലേ, ഇതിൻ്റെ തൈകൾ നമ്മൾ കുറച്ചിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ തൈകളാണ്. ഇത് നമ്മൾ താഴോട്ട് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കണ്ടോ, ഇതെല്ലാം അതിൻ്റെ തൈകളാണ്. നല്ല കളർ മാറി വരുവാണ്. തേക്കലയൊന്നും അതിനകത്ത് കിടക്കരുത്. കണ്ടില്ലേ, ഇതെല്ലാം അതിൻ്റെ തൈയാണ്. ഇതേപോലെ കളറിൽ വരും. അതേപോലെ തന്നെ ഇത് ബ്രാൻഷ്യാനം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ.
ബ്രാൻഷിയാനം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇറങ്ങിയ സമയത്ത് 7000 രൂപയ്ക്കാണ് ആദ്യമായിട്ടൊരു ചെടി മേടിച്ചത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത് 500 രൂപ 400 രൂപ റേഞ്ചിലൊക്കെ ചെറിയ 1 നോഡ്, സിംഗിൾ നോഡ്, ഡബിൾ നോഡൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബ്രാൻഡിയാനം അല്ലെങ്കിൽ ബ്രാൻഷിയാനം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. മതിലൊക്കെ ഇതേപോലെ വെച്ച് കയറ്റാനായിട്ട് സാധിക്കും. ഇതാണ്ട് കണ്ട പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. ബ്രാൻഷിയാനം ബാക്കിൽ എപ്പിപ്രിമിനം പിനാറ്റം ഇതാണ്ട് കണ്ട. കലാത്തിയ ലൂട്ടിയ വെച്ചേക്കുന്നതിൻ്റെ സൈഡിൽ നമ്മൾ ഇതേപോലെ ഈ പ്ലാന്റിനെ സൂക്ഷിച്ചു പോകുന്നതാണ് കേട്ടോ. നല്ല എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം കേട്ടോ. എങ്ങനെയുണ്ട് ഈ പ്ലാന്റ് എന്ന്. നമ്മളൊരു മദർ പ്ലാന്റാണ്. ഇലയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി കേട്ടോ. ഇത് നമ്മളെ വൈറ്റ് ലാവ. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഒരു രക്ഷയില്ലാതെ നിൽക്കണ നിപ്പ് കണ്ട. ഇത് കൊളക്കേഷ്യ കോഫി കപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്.